ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വാർഡ്രോബ് കളക്ഷനാട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെയാട്ടോ എൻ്റെ വാർഡ്രോബ് കളക്ഷൻസ്. സാരീസാട്ടോ. അപ്പം സാരീസ് ഞാൻ അധികവും ഉടുക്കാറൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ മേടിച്ചതായിട്ടുള്ള ഒരു സാരി ഇതിനകത്തില്ല. ഇതിനകത്തുള്ളത് എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്നതായിട്ടുള്ളതും ഒക്കെയുള്ള സാരികളാട്ടോ. ഞാൻ ഇതുവരെ ഒരു സാരി മേടിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നിച്ചു പോയി മേടിച്ച സാരിയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്ന സാരികളും ഒക്കെ ഉള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്ന സാരികളും. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോനാട്ടോ. ഇടയ്ക്കൊന്ന് സൂം ചെയ്ത് കാണിക്കണേ. സാരിയെ കാണിക്കുമോ? ഇങ്ങോട്ട് ഈ മുന്താണിയൊക്കെ ഒന്ന് എടുക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ചെയ്ത് കാണിച്ചു തന്നാൽ മതി. അപ്പം എൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഇതാട്ടോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരി. ഇതെൻ്റെ കല്യാണ സാരിയാട്ടോ. അപ്പോൾ ഈ സാരി എടുത്തത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ എന്നോട് ഏത് കളറാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പച്ച കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അതുമല്ല പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആര് ഗിഫ്റ്റ് തന്നാലും പിന്നെ എനിക്ക് എങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാലും പച്ച കളക്ഷൻസാണ് കൂടുതലും എൻ്റെ ഗാലറി വരുന്നത്. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഈ പച്ചയാട്ടോ എൻ്റെ ലക്കി കളറ്. പച്ച കഴിഞ്ഞ് ഇഷ്ടമുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളതൊക്കെ ഈ പച്ച കളറാട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കണ്ടില്ലേ, ഇതൊരു പച്ച കളറുള്ള സാരിയാട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പച്ച കളർ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാൽ അപ്പോൾ അതവിടെ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കട്ടെ. അത് ഞാൻ അവിടെ പതിപ്പിച്ച് വെച്ചത് അതവിടെ വിട്ടുപോയി. അതൊരു സീനറി വരാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചത് അതവിടെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോവുക. അപ്പോൾ ഇതും ഒരു പച്ച കളറാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതായിട്ട് ഇതിൻ്റെ കാര്യം പറയാവേ ബാക്കിയേ. അപ്പോൾ ഇതാണ് എൻ്റെ മന്ത്രകോടി. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടും. ഇത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ബ്ലൗസൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ബ്ലൗസൊന്നും എനിക്ക് പാകമാകിയല്ലേ. അപ്പോൾ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ മന്ത്രകോടി? അപ്പോൾ ഇതാട്ടോ എൻ്റെ മന്ത്രകോടി. പിന്നെ മൈക്കിൻ്റെ ഈ ഒരു ചെറിയ മൈക്കാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ മൈക്കിൻ്റെ വയറൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? അപ്പോൾ ഈ സാരി എനിക്ക് ഒരുപാട് ഫേവറേറ്റ് സാരിയാട്ടോ. സാരികളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വന്നിട്ട് കാണാൻ പറ്റുമോയെന്നറിയില്ല. ഈ ഒരു ഷെയ്ഡിലാട്ടോ ഇതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. നല്ല വർക്കുകളാട്ടോ. ഭയങ്കര കനമുള്ള സാരി ആയതുകൊണ്ട് ഞാനിത് അധികം ഉടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതാകെ കല്യാണത്തിനും പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു ചടങ്ങിന് മാത്രമേ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളേ. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരിയെ. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സാരി ഇതാട്ടോ. രണ്ടാമത് ദി സെക്കൻഡ് വണ്ണേ. ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന സാരിയാട്ടോ. ഈ സാരി എടുക്കുന്നത് കല്യാൺ കേന്ദ്രയിൽ നിന്നാണ്. അന്ന് തന്നെ നല്ല കോസ്റ്റ്ലി ആയ സാരിയാട്ടോ. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉള്ള സാരിയാണേ. പക്ഷേ ഇന്നും അതിൻ്റെ പുതുമ നിലനിൽക്കുന്ന. ഇപ്പോഴും കഴിഞ്ഞ ദിവസം മോള് വന്നപ്പോൾ പറഞ്ഞു, ഈ സാരി എന്ത് രസമോ അമ്മേ. ഗോകുലേ, ഇതിൻ്റെ മുന്താണി ഇങ്ങോട്ടൊന്ന് എടുക്കുമോ? ഒന്നിങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താൻ, ഇത് ഒന്ന് കാണിക്കാൻ. അപ്പോൾ കൊച്ചു പറഞ്ഞു, ഇതിപ്പോഴും എന്ത് പുതുമയമ്മേ ഈ സാരി, എനിക്കൊന്ന് ഒരു ദിവസം കോളേജിൽ ഉടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇതുണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ അതിൻ്റെ മുത്തുകൾക്കൊക്കെ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കല്യാൺ കേന്ദ്ര കളക്ഷനാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് വണ്ണ് പാർട്ടി വെയർ. പിന്നെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണേ, ഇത് സാരി. ഇതും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്ന സാരിയാണ് കേട്ടോ. ഇതെന്നായിരുന്നു അമ്മ ഈ സാരി ഗിഫ്റ്റ് കൊണ്ടുവന്നേ? ഓണത്തിനില്ലേ? ആ, ഇത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഓണമില്ലേ, അന്ന് പുള്ളിക്കാരനൊരു കലാകാരനൊക്കെ ആയതുകൊണ്ട് ഇത് കൂട്ടൊക്കെ കളറുകളാട്ടോ കൂടുതലിഷ്ടം. ഇത് തന്നെ ഷെയ്ഡുള്ള ഒരു സാരിയും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്താണികളൊന്നുമില്ല, ഇതിങ്ങനെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോവുക കേട്ടോ. മുന്താണി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലൊരു ഇത്രയും ഒരു ചെറിയ മുന്താണിയുള്ളേ. അപ്പോൾ ഈ ബ്ലൗസായിട്ട് മാച്ചിങ് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ബ്ലൗസ് ഒന്നും പാകമല്ല കേട്ടോ. എങ്കിൽ പോലും ഇത് കണ്ടില്ലേ, ആണ് അതർ വണ്ണേ. ഇഷ്ടമായോ? എടുക്കാം. ഇത് ഈ സാരിയുടെ ബ്ലൗസാട്ടോ. ഇത് ഒരു എൻഗേജ്മെൻറ്റ് സാരിയാട്ടോ. കഴിഞ്ഞ വർഷം, ഒരു വർഷം, നിമിഷയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി അമ്മേ? 2 വർഷം. കണ്ടില്ലേ, ഇഷ്ടമായോ? നല്ല ഭംഗിയുള്ള സാരിയാട്ടോ. പക്ഷെ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് വരും കേട്ടോ. ഇത്തിരി കനമൊക്കെയുള്ള സാരിയാണേ. കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ ബ്ലൗസിൻ്റെ ഇതിൻ്റെ പേരാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ, ഇത് ഞാനന്ന് എൻഗേജ്മെൻറ്റിന് ഉടുത്തിരുന്നു കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ രസമില്ലേ? അപ്പോൾ ഇതാണ് കണ്ടോ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ പിടിച്ചാൽ ഇതാ ഇങ്ങനെ. ഈ ബ്ലൗസുമായിട്ട് പെയറാട്ടോ. അപ്പോൾ ഈ ബ്ലൗസായിട്ട് മാച്ചിങ് ഇല്ലേ? പക്ഷേ ഇതൊന്നും ഉടുക്കാൻ പറ്റുന്നില്ല, ഞാനിതൊന്നും ഉടുക്കാറുമില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പെട്ടിക്കകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ തന്നെ വരുന്നതാണേ, അതേ ഡിസൈനിൽ തന്നെ വരുന്നതാണേ, അതേ സംഭവത്തിന് തന്നെ എടുത്ത്. അത് എൻഗേജ്മെൻറ്റിനും ഇത് കല്യാണത്തിനും മാറിപ്പോയോന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു അത് എൻഗേജ്മെൻറ്റിന് അല്ല, ഇത് എൻഗേജ്മെൻറ്റിന് അത് അപ്പോൾ ഇത് അങ്ങനെ മേടിച്ച സാരിയാണ് ഞാൻ ഉടുത്തതാട്ടോ ഇത്. പക്ഷേ ഇതിൻ്റെ തന്നെ കളറുള്ള ബ്ലൗസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, രസമില്ലേ? അപ്പോൾ ഇതാണ് അടുത്ത എൻ്റെ സാരി കളക്ഷന്. ഇതും വാർഡ്രോബിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉടുത്ത് കുറേ തഴങ്ങിയ സാരിയാട്ടോ. ഞാൻ കുറേ ഉടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാരി. ഇതെൻ്റെ പെങ്ങളെനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സാരിയായിരുന്നു കേട്ടോ. അവർ തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഈ സാരി ഞാൻ ഉടുത്ത് പൊടിയാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വൺ ഓഫ് ദി ഫേവറേറ്റ് സാരി ആയതുകൊണ്ട് അത് ഞാനൊന്ന് വെച്ചുതരാം കേട്ടോ. അതിൻ്റെ ഇതൊക്കെ പോയി കേട്ടോ. ഇതിലാണ്, ഈ ഷെയ്ഡിലാണ് ഇതിൻ്റെ മുന്താണി. ഇത് നല്ല ബ്ലൗസും സാരിയൊക്കെ ആയിട്ട്, നല്ല ബ്ലൗസൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി വരുന്ന നല്ല എലഗൻ്റായിട്ടുള്ളൊരു സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടില്ലേ, ഇത് ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അഴകാട്ടോ. അതുകൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതായി ഒരു ഇതിൽ നിൽക്കൂ കേട്ടോ. ഇത് ഞാൻ ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നി ഇതിന് ഗോൾഡൻ കളർ അത്ര ചേരില്ല, എന്നാലും മെറൂൺ ചേരുമോയെന്നും അറിയില്ല. ഇതിന് എന്തായിരിക്കും അമ്മ കളർ നല്ലത് ചേരുന്ന? ഈ കളർ അത്ര ചേരിയല്ല, മെറൂൺ ചിലപ്പോൾ ചേരുമായിരിക്കും അല്ലേ, ഒരു കളർ. അപ്പോൾ ഇതാണ് ഇതെനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്ന സാരി കേട്ടോ. എന്നോട് പറഞ്ഞു ഇത് പാർട്ടി വെയറിന്, നൈറ്റ് പാർട്ടി വെയറിനൊക്കെ ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ.
രസമല്ലേ? ഇത് രാത്രിയൊക്കെ വല്ല പാർട്ടി വെയറിനൊക്കെ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. പുള്ളിക്കാരനൊരു കലാകാരനൂടി ആയതുകൊണ്ട് സാരിയുടെ കാര്യത്തിൽ ഭയങ്കര, പക്ഷെ നമുക്ക് അത്ര ഇത് തോന്നില്ല. നമുക്കത് ഉടുത്താൽ കംഫർട്ടബിൾ അല്ലെന്ന് തോന്നും. അത് വെച്ച് കഴിഞ്ഞാൽ മേത്തൊക്കെ കുത്തിക്കൊള്ളുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ അതിൻ്റെ നല്ല എലഗൻ്റായിട്ട് അത് ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു സെറ്റ് സാരിയുടെയൊക്കെ ഒരു ഇത് വന്നിട്ട് ഇതാ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരുവേ, കണ്ടില്ലേ? ഇതിനെന്തോ ഇത് വന്നത്, ആ ആ ആ ഇത് മടങ്ങിയിരുന്ന മുന്താണി, ഇതാ അത് മടങ്ങിയിരുന്ന മുന്താണി, അതാ ഞാൻ അറിയാൻ. അപ്പോൾ അത്രയും വേണ്ട, അത്രയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുന്താണി നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയില്ല. കണ്ടില്ലേ? കണ്ടില്ലേ? അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സാരിയാട്ടോ. നമുക്കിത് പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത്തിരി മേത്തൊരു ഇതിൻ്റെ ഈ കല്ലും ഈ വർക്കും ഒക്കെ ലേശം ഇങ്ങനെ ടച്ച് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായോ? ഇത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സാരിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയുണ്ട്, എല്ലാം ഒന്നും പരിചയപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ ഇതും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്ന സാരിയാണ് കേട്ടോ. എല്ലാം തന്നെ ഹസ്ബൻഡ് മേടിച്ചു തന്ന സാരിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിട്ടോ എനിക്ക് സാരി ഒന്നും കിട്ടാത്തത്. ഉണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ സാരി കിട്ടിയേനെ. ഇതൊക്കെ എനിക്ക് മേടിച്ചു തന്ന സാരികളാണ്. ഇതൊക്കെ എനിക്ക് അച്ഛൻ മേടിച്ചു തന്ന സാരികളാണ്. ഇതുണ്ടോ? ഇത് ഈ ബ്ലൗസായിട്ട് മാച്ചിങ് ഉണ്ടല്ലേ അമ്മേ? മജന്ത കളറല്ലേ? ഇതിൻ്റെ മജന്ത കളറല്ലേ പറയുന്നത്? അല്ല, ഇത് കുഞ്ഞാമ്മി ഉണ്ടായി കഴിഞ്ഞാൽ, മോളും ഉണ്ടായി കഴിഞ്ഞു, അന്നത്തെ ഒരു ഇതാ ബോർഡ്. ഇപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, ഇതൊന്നും ഇപ്പോൾ ആരും ഉടുക്കിയല്ല. എങ്കിലും ഇതൊക്കെ ഇങ്ങനെ വാർഡ്രോബിൽ വെറുതെ സൂക്ഷിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വന്ന് എന്താ ഇങ്ങനെ വന്നിട്ട് ഇതാ. രസമായോ? രസമുണ്ടോമേ? ഈ ബ്ലൗസിന് മാച്ചിങ് ഉണ്ട് ഇല്ലേ? ഇല്ലേ? ഈ ബ്ലൗസിന് മാച്ചിങ് ഇല്ലെന്ന്. പക്ഷെ ഇത് ഇത്തിരി പഴകി ഇട്ടോ സാരി. ഇത് ഞാൻ കുറേ ഉടുത്തുമൊക്കെ ചെയ്തായിരുന്നു അന്ന് ഇത് ഇങ്ങനെയൊരു ഫാഷൻ ഇറങ്ങിയ കാലമായിരുന്നു ഇത്, ഈ മുന്താണിയുടെ ഇങ്ങനെ. അങ്ങനെ ഞാനത് അന്ന് കുറേ കല്യാണങ്ങളോ എന്തൊക്കെയോ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ ഉടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സാരി ഇച്ചിരി ഡള്ളായിട്ടുണ്ട് അതിൻ്റെ മുന്താണിയൊക്കെ. പിന്നെ ഇത് അങ്ങനെ വൺ ഓഫ് ദി ബെസ്റ്റ്, എൻ്റെ ഫേവറേറ്റ്. ഇതെന്താണെന്നറിയാവോ? ഇത് എനിക്ക് വിനോദം മേടിച്ചു തന്ന സാരിയാണ് കേട്ടോ. രസമില്ലേ? ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് പോയെങ്കിലും സാരി ഇങ്ങനത്തെ നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാഞ്ചീപുരം അല്ല, ഇതിൻ്റെ തുണികളൊന്നും എനിക്ക് ഒന്നിൻ്റെയും തുണികളെ പറ്റിയോ സാരികളെ പറ്റിയോ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇതെന്ത് സാരി ആയിരിക്കും അമ്മ ഇതിൻ്റെ തുണി? കാഞ്ചീപുരം ആണോ ബനാറസോ എന്താ എനിക്കറിയില്ല പറയാനേ. അപ്പോൾ സാരിയെക്കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ ഒരു അറിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സാരി. അന്നേരം ഇഷ്ടമില്ലേ? പക്ഷേ ഇതിന് മുന്താണിയില്ലേ? ഇതിന് മുന്താണിയല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. അല്ല, മുന്താണി അല്ല ഇതിൻ്റെ ഹൈലൈറ്റ്, ഇതിൻ്റെ ബോർഡറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് കണ്ടോ? ഈ ബോർഡറിൽ തന്നെയാണ് വർക്ക് വന്നേക്കുന്നത്. ഇതിന് മുന്താണിയില്ല, ഇത് ഫുള്ള് ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത്.
പക്ഷേ ഇതിന് കനവില്ല, ഇതിനും കനവില്ല. അപ്പം ഇതാണ് അങ്ങനത്തെ ഒരു സാരിയെ. ഇത് എടുത്തിട്ട് ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? അധികമൊന്നും ആയിട്ടില്ല. 2011 എടുക്കുന്ന ഇത്. ഇത്രയും വർഷമായിട്ടുണ്ട്. 10-12 വർഷം പഴക്കമായിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ താമസം മാറി അവിടുന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇത് വിനുവേട്ടനും മാഷും കൂടി ഒരു ടൂർ പോയി ഡൽഹി ടൂർ കേട്ടോ. പിന്നെ അങ്ങനെ കൊണ്ടുവന്നൊരു സാരിയാണ് കേട്ടോ. അവിടെ വെച്ചേരമ്മ, ഞാൻ പിന്നെ മടക്കി വെച്ചോളാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സാരിയാണേ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വന്ന സാരികളേ ഉള്ളൂ എനിക്ക് കൂടുതലും അതിലൊക്കെ പരിചയപ്പെടുത്തിയത്. പിന്നെ ഇത് അമ്മ തന്ന സാരി. പിന്നെ ഇത് സുമതിയമ്മ എനിക്ക് തന്ന സാരിയാണേ. ഇത് ഇത് ഞാൻ ഉടുക്കാനായിട്ട് എടുത്താൽ കേട്ടോ. ഒരു ദിവസം ഉടുക്കാൻ എടുത്തതാണേ. അപ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ടുമുണ്ട്. ഇത് ഉടുത്ത് ഞാനൊരു വീഡിയോ. പക്ഷേ എനിക്കിതിൻ്റെ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാ ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് ഉടുക്കാൻ നല്ല സുഖമുള്ളതുകൊണ്ട് ഞാനൊരു ദിവസം എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിഷ്ടമായോ? കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചി ഞാനും മാറി മാറി ഉടുക്കുന്ന സാരിയാണ് കേട്ടോ. എൻ്റെ കുറേ സാരികൾ അവളുടെ അടുത്തുണ്ട്. പിന്നെ അവളുടെ സാരി ഈ കളറിൽ തന്നെയാട്ടോ ഇതിൻ്റെ കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഇതിൽ തന്നെ. ഇത് നല്ലൊരു സാരി കേട്ടോ. നല്ല കണ്ടില്ലേ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡ്. നമ്മളിങ്ങനെ ഉടുത്താലും ഇനി മുന്താണി ഉണ്ടോയെന്ന് അറിയത്തില്ല. മുന്താണി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ വരും. അപ്പോൾ അതേ കളറിലുള്ള ബ്ലൗസും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സാരിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു വെറൈറ്റി കോട്ടൺ കളക്ഷൻ അല്ലേ. നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഇത് എപ്പോഴും പുതുമ നിലനിൽക്കുന്ന സാരികളാണ് കേട്ടോ. ഇപ്പോൾ ഇതെടുത്തിട്ട് കുറച്ച് ഇയറുകളൊക്കെ ആയെങ്കിലും എപ്പോഴും നമുക്ക് ഇതിൻ്റെ പുതുമകൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. കണ്ടില്ലേ, അധികം മടക്കുന്നില്ല മുന്താണിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതങ്ങനെ ഇത് എനിക്ക് വിനുവേട്ടൻ മേടിച്ച് തന്ന ഈ ലാസ്റ്റ് വരവിന് മേടിച്ച് തന്നിട്ട് പോയതാ ഈ സാരി. ഈ സാരി ലാസ്റ്റ് വിനുവേട്ടൻ വന്ന് ഞങ്ങൾ ഇത് സൂര്യ പോയി എടുത്തതാ ഈ സാരി. ഇതിൻ്റെ ബ്ലൗസും എനിക്ക് അത്യാവശ്യം ഇടാം. ഇതിപ്പോൾ പക്ഷേ ഇതൊന്നും ഞാൻ ഉടുത്തിട്ടില്ല. ഒരു ഉടുക്കലൊക്കെ ഉടുത്തിട്ടുള്ളൂ കേട്ടോ. കോട്ടനാണ് താനും, പക്ഷെ നല്ലൊരു കളറാട്ടോ വരുന്നത്. കണ്ടില്ലേ, ഇതിനിങ്ങനെ ഈ ഒരു വർക്കൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള സാരിയൊക്കെ തന്നെയാണ് കേട്ടോ. ഉടുത്ത് നമുക്ക് ലൈറ്റ് ആയതുകൊണ്ട് ഉടുത്ത് നടക്കാനും. അയ്യോ, എൻ്റെ മുന്താണി എന്ത് ചെയ്യും? അപ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ടിങ്ങനെ ഇതിൻ്റെ മുന്താണി. രസമില്ലേ അമ്മേ? നല്ല ഭംഗിയില്ലേ? എന്താ ഇപ്പം നിങ്ങൾക്ക് ഏത് സാരി ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറഞ്ഞേക്കണേ.
ചെയ്യാം. വേണേലും ഇപ്പോഴും വേണേലും ഉടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ സാരി ഉടുക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും. ബ്ലൗസുണ്ട്, ആഷ് കളർ ബ്ലൗസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിട്ട് ഉടുക്കാനൊക്കെ നല്ല. പക്ഷേ സാരി ഉടുത്ത് നടക്കാൻ തോന്നിയില്ല മേത്ത്. പക്ഷെ കനവില്ല സാരിക്ക്. കാണുമ്പോൾ ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ ഉടുത്ത് വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ, ഒരു കുത്തിക്കൊള്ളലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഈ സാധനങ്ങളെ നമ്മുടെ മേത്ത് കുത്തുമെന്നാണ് ഉള്ളൊരു. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞു സാരിക്ക് കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ വർക്ക്. എന്താണ് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാട്ടോ. ഒന്നുമില്ല ഇപ്പോൾ നൂർത്തിപ്പോൾ എല്ലാം നല്ല സാരികളാണ്. പക്ഷേ ഉടുക്കുന്നില്ല. പിന്നെ ഉടുക്കാത്ത സാരി ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഇതെൻ്റെ അമ്മയുടെ അനിയത്തി ഒരു പ്രാവശ്യം എനിക്ക് ഗിഫ്റ്റ് തന്ന സാരിയാട്ടോ. അത് അവരുടെ ഇതിന്ന് കളക്ഷനിൽ നിന്ന് എനിക്കൊരു സാരി തന്നതാണ്. ഇത് ഉടുത്ത് ഞാൻ വൈശാഖ സന്ധ്യ എന്നുള്ള ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ സാരി ഉടുത്ത. അപ്പോൾ കാണാത്തവർ ആ ഷോർട്സ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ആ സാരിയാണ് ഇത്. പച്ച കളർ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ എൻ്റെ ഫേവറേറ്റായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന വാർഡ്രോബിൽ കേട്ടോ. പിന്നെ ഞാൻ ആ എടുത്ത മജന്ത കളർ തന്നെയുള്ള ഷെയ്ഡാട്ടോ ഇതും അത് തന്നെ. ഇത് അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന സാരിയാട്ടോ. എൻ്റെ അമ്മ ഗിഫ്റ്റായിട്ട് തന്ന സാരിയാണേ. കണ്ടില്ലേ ഇത് ഈ ഒരു വർക്ക്. പിന്നെ സെറ്റ് സാരികളുടെ കളക്ഷനാട്ടോ. പിന്നെ ഇത് സെറ്റ് സാരി. ഇതിന് ബ്ലൗസ് ഉണ്ട്. ഈ ബ്ലൗസ് അടിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്ത് ഇതെല്ലാം അടിക്കാവേ. ഒന്നും അടിച്ചിട്ടില്ലേ. അപ്പോൾ അതങ്ങനെ വാർഡ്രോബിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനിങ്ങനെ വെക്കിയിട്ട് വരുന്നേ. കണ്ടില്ലേ അതൊരെണ്ണം. പിന്നെ ഈ സെറ്റ് സാരിയെ ഇത് മോള് പുതിയതാട്ടോ. ഇതെടുത്തിട്ട് അവൾ കോളേജ് ഡേ എന്തോ ഒരു ഫങ്ഷൻ എടുത്തതാണ്. എന്നിട്ട് അവൾ ഉടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചതാട്ടോ. അവൾ പറഞ്ഞു അമ്മ ഉടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചതാട്ടോ. ഈ വർക്ക് ലൈറ്റായിട്ടുള്ളത് നല്ല വർക്കും. കണ്ടില്ലേ. വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.